നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 18-ാം തീയതി, അതായത് മലയാള വർഷം എന്ന് പറഞ്ഞാൽ പുതുവർഷം ചിങ്ങമാസം 1200-ാം ആണ്ട് 1199 ആയിരുന്നു. അത് മാറി പുതു വർഷം 1200-ാം ആണ്ട് ചിങ്ങമാസം 2-ാം തീയതി ഞായറാഴ്ചയാണ്. ഉത്രാട നക്ഷത്രമാണ് ഉദയനക്ഷത്രം. അപ്പോൾ ഉത്രാട നക്ഷത്രവുമായിട്ട് വന്നിരിക്കുന്ന ദിവസമാണ്. വളരെ നല്ല നക്ഷത്രം. ഉത്രാടം കഴിഞ്ഞ് അടുത്ത് വന്നത് തിരുവോണമാണ്. ബാക്കി സമയങ്ങളിലും രണ്ട് നക്ഷത്രങ്ങളും ശുഭനക്ഷത്രം തന്നെയാണ്. ഇന്ന് ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ദിവസം തന്നെയാണ്. നമുക്ക് എന്ത് ശുഭകാര്യത്തിനും തിരഞ്ഞെടുക്കാം. കാരണം ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടാവും, പുരോഗതി വന്നു ചേരും, സാമ്പത്തിക നേട്ടം ഉണ്ടാവും. അപ്പോൾ ഒക്കെ അനുകൂല ഫലത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസം, ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുന്നതാണ്. ബർത്ത്ഡേയുടെ കാര്യം ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഇന്ന് ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷവും നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട. സാമ്പത്തിക പുരോഗതി, പ്രശസ്തി, അതുപോലെ ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും, ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും, രണ്ടുമല്ലാത്ത ആൾക്കാർക്ക് അതനുസരിച്ചിട്ടുള്ള പുരോഗതി വന്നു ചേരും. അപ്പോൾ ഐശ്വര്യഫലത്തെ കൊടുക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന്. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാവുകാലം നോക്കിയിട്ട് ഇറങ്ങണം. രാവുകാലം വരുന്നത് കലണ്ടറിൽ 4:30 തൊട്ട് 6 മണി വരെ എന്നിട്ടിട്ടുണ്ടെങ്കിലും രാവുകാലം ഇന്നും ആരംഭിക്കുന്നത് 5:03 തൊട്ടാണ്. 5:03 തൊട്ട് 6 മണി വരെയാണ് കലണ്ടറിൽ ഇട്ടിരിക്കുന്നതെങ്കിലും 6:32 വരെ ഉണ്ട് രാവുകാല സമയം. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് പൊതുവേ നല്ലതല്ല എങ്കിലും യാത്രയ്ക്ക് ഒരു കാരണവശാൽ ഈ സമയത്ത് യാത്ര തിരിക്കരുത്. അതുപോലെ യമകണ്ഠകാലവും ഗുളികകാലവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാൻ പറ്റില്ല. ഗുളികകാല സമയം വരുന്നത് 3:33 തൊട്ട് 5:05 വരെയും, അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് 12:28 തൊട്ട് 2:01 വരെയും. അഭിജിത്ത് മുഹൂർത്തം ഇന്നും ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് തന്നെയാണ്. 12:07 തൊട്ട് 12:55 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എന്ത് ശുഭകാര്യങ്ങൾക്കും അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. അഭിജിത്ത് മുഹൂർത്തം എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അത് നമുക്ക് അനുകൂലപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരും, ഐശ്വര്യപ്രദമായി തീരും. അപ്പോൾ ഇവിടെ പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ ഇടവരുന്ന അവസ്ഥാവിശേഷം ജാതകപ്രകാരം ഉണ്ട്. നേട്ടഭാവത്തെ കൊടുക്കുന്ന അവസ്ഥയ്ക്ക് ഇടവരും. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ റെഡ് മിക്സായിട്ടുള്ളതോ, താമരപ്പൂവിൻ്റെ കളറുള്ളതോ, അതുപോലെ ചുടുകലിൻ്റെ കളറിലുള്ളതോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം നമ്മൾ ധരിച്ചുകൊണ്ട് പോണത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൂടാനും നമുക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരാനും സഹായിക്കും. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ നല്ലൊരു ദിവസം, ഞായറാഴ്ച അവധി ദിവസമാണ്. നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.